ഭൂമിയെ അമ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെ പെച്ചി ചീന്തുന്നവരല്ലേ നമ്മൾ. ആ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടെങ്കിൽ, അവിടെ ഒരു മാവുണ്ടെങ്കിൽ, അവിടെ ഒരു പ്ലാവുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ തള്ളൽ തുടങ്ങും. ഈ മാവ് മുറിക്കണം കേട്ടോ, ഈ പ്ലാവ് മുറിക്കണം കേട്ടോ, ഇത് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം മരം കണ്ടാ ദേഷ്യം വരുന്ന, മരം കണ്ടുകൂടാത്ത, ഇതിന്റെ ഇല വീണ അടിച്ചു മാരണ്ടേ എന്ന് പറയുന്ന ഭീകരന്മാരാണ് ഈ മഴക്കുത്തരവാദി. സസ്യങ്ങൾ കണ്ടൂടാ, പുല്ല് കണ്ടാ ദേഷ്യം വരും, പുല്ല് ചത്തലാ പ്രധാനം. ഈ ഭൂമിക്ക് ചുറ്റുവട്ടം മണ്ണ് കാറ്റത്തും വെള്ളത്തിലും ഒലിച്ചു പോകാതെ മണ്ണിനെ കാത്തുരക്ഷിക്കുന്ന ഭൂമിയുടെ ദിവ്യ ആവരണമാണ് പുല്ല്. അറിയൂ, പുല്ലൊരു തമാശ കളിയല്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് പുല്ലാണ്. ആ പുല്ലാണ് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനന്തകോടി ജീവജാലങ്ങളുടെ സുരക്ഷാ കവചം പുല്ലാണ്. ഉറുമ്പുകളും ചെതലുകളും ഈ ഭൂമിയിൽ ഇല്ലാതായാൽ അന്ന് ഈ ഭൂമി മരുഭൂമിയാകും. അറിയുമോ? ഉറുമ്പും ചെതലുമാണ് ഈ ഭൂമിയെ ബാക്ടീരിയകളെ നിലനിർത്തുന്നത്. തമിഴ്നാട്ടുകാര് വീടെടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഉറുമ്പുകൾക്കും ചെതലുകൾക്കും ഡെയിലി ഭക്ഷണം കൊടുക്കും അവര്. അതുകൊണ്ടാണ് അരിപ്പൊടി കൊണ്ട് രാവിലെ മുറ്റത്ത് കളം വരയ്ക്കുന്നത്. മനസ്സിലായോ? അരിപ്പൊടി കൊണ്ട് കളം വരയ്ക്കുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത ചില വിഡ്ഢികൾ കളം വരയ്ക്കുന്ന അരിപ്പൊടിക്ക് പകരം പെയിന്റോട്ട് വരച്ചു വെക്കും, എന്നാ പിന്നെ ദിവസം വരക്കേണ്ടത്. ഭൂമിയെ അമ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾ രാവിലെ എണീറ്റിട്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രമാകുന്ന വസ്ത്രമുടുത്തവളെ ദേവി, പർവ്വതങ്ങളാകുന്ന സ്ഥലമുള്ളവളെ, വിഷ്ണുവിന്റെ പത്നിയായി വിരാജിക്കുന്നവളെ, എന്റെ കാഴ്ച വിട്ടു പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിലത്ത് കാല് കുത്തുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അമ്മയ്ക്ക് തുല്യമായി ആരാധിച്ചിരുന്ന ഒരു കാലം. പുഴയെ, വെള്ളത്തെ ആരാധിച്ചിരുന്ന കാലം. ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ബക്കറ്റിൽ ആ മഗ്ഗിലെ വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ച് എന്നിട്ട് മാത്രം മുക്കി തലയിൽ ഒഴിക്കുന്ന കാലമുണ്ടായിരുന്നു. വെള്ളത്തെ ആരാധിക്കാൻ പഠിച്ചിരുന്നു. മണ്ണിനെ ആരാധിക്കാൻ ശ്രീ കുരുവായിരുന്നു മണ്ണ്. കുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അല്ലെ ഉരുണ്ടതാണല്ലോ. ഗോളം എന്ന് പറഞ്ഞാൽ ഉരുണ്ടതാണ്. ഈ ഗോളം എന്നത് സംസ്കൃത വാക്ക. അതിന് പച്ച മലയാളത്ത് പറയുന്ന കുരു. നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാൻ. കാരണം അത് പ്രപഞ്ചത്തിന്റെ തനത് ഭാവമാണ്. ആരാ ഇത് ഉരുട്ടിവിട്ടത്? ആരും ഉരുട്ടണ്ട. പ്രപഞ്ചത്തിൽ എന്ത് വസ്തു പദാർത്ഥങ്ങളും സ്വതന്ത്രമായി വിട്ടാൽ അത് ഉരുണ്ടുകൂടും, ഉരുത്തിരിയും. അതാണ് ഉരുത്തിരി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളൊരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കൂ. മഗ്ഗിന്റെ ഷേപ്പിലല്ല നിൽക്കുക. ആ വെള്ളമെല്ലാം ഓരോ ഗോളാകൃതിയിലായി. ഇതാരാ ഉരുട്ടി വിടുന്നത്? നമ്മൾ ഈ ചപ്പാത്തിക്ക് ഉരുട്ടുമ്പോ കൊയക്കട്ടക്ക് ഉരുട്ടാൻ എത്ര സമയം എടുക്കൂ? എന്നാൽ ഈ വെള്ളം എത്ര തുള്ളികളായിട്ട് സ്വയം ഉരുണ്ട് വരുന്നത് പ്രപഞ്ചത്തിന്റെ തനതു ഭാവമാണത്. അതാണ് ഉമ്മ. ആ ഉരുണ്ട ഭാവം അതിന് പച്ച മലയാളത്തിൽ കുരു എന്ന് പറയും. നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാണ്, ഉരുണ്ടിട്ടാൻ. പക്ഷെ അതില് ശ്രീയുള്ള ഒരു കുരുവേ ഉള്ളൂ. എന്താ ശ്രീ? ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം. ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ആ കുരുവാണ് ശ്രീ കുരു. അതാണ് ഭൂമി, അതാണ് അമ്പ, അതാണ് നമ്മുടെ അമ്പ, അതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ. പാട്ട് കേട്ടിട്ടില്ലേ? ശ്രീ കുരുമ്പ എന്ന് പറയുന്നത് കുരു അമ്പയാണ്. അത് ശ്രീ കൂർമ്പയായി. ശ്രീ കൂർമ്പയാണ്. പിന്നെ ചീറുമ്പക്കാവ്, മുഴപ്പിലങ്ങാട് ചീറുമ്പക്കാവിൽ തെയ്യം ഒന്ന് കേട്ടിട്ടില്ലേ? ചീറുമ്പക്കാവുന്നത് അങ്ങനെയാ. ശ്രീ കുരുമ്പയാണ്. ഈ കുരു ഭൂമിയാണ്. അത് നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ അപമാനിക്കാതെ, ആ അമ്മയുടെ പച്ചപ്പട്ടാടകൾ നശിപ്പിക്കാതെ, സൂര്യൻ കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്താതെ, അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്തുന്നവരല്ലേ നമ്മൾ, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടില് ചെന്നാ കുറേ മാമന്മാരുണ്ട്.
ആ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടെങ്കിൽ, അവിടെ ഒരു മാവുണ്ടെങ്കിൽ, അവിടെ ഒരു പ്ലാവുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ തള്ളൽ തുടങ്ങും. ഈ മാവ് മുറിക്കണം കേട്ടോ, ഈ പ്ലാവ് മുറിക്കണം കേട്ടോ, ഇത് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം മരം കണ്ടാ ദേഷ്യം വരുന്ന, മരം കണ്ടുകൂടാത്ത, ഇതിന്റെ ഇല വീണ അടിച്ചു മാരണ്ടേ എന്ന് പറയുന്ന ഭീകരന്മാരാണ് ഈ മഴക്കുത്തരവാദി. മരം കണ്ടൂടാ, സസ്യങ്ങൾ കണ്ടൂടാ, പുല്ല് കണ്ടാ ദേഷ്യം വരും. പുല്ല് ചത്തലാ പ്രധാനം. ഈ ഭൂമിക്ക് ചുറ്റുവട്ടം മണ്ണ് കാറ്റത്തും വെള്ളത്തിലും ഒലിച്ചു പോകാതെ മണ്ണിനെ കാത്തുരക്ഷിക്കുന്ന ഭൂമിയുടെ ദിവ്യ ആവരണമാണ് പുല്ല്. അറിയൂ, പുല്ലൊരു തമാശ കളിയല്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് പുല്ലാണ്. ആ പുല്ലാണ് നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനന്തകോടി ജീവജാലങ്ങളുടെ സുരക്ഷാ കവചം പുല്ലാണ്. ഉറുമ്പുകളും ചെതലുകളും ഈ ഭൂമിയിൽ ഇല്ലാതായാൽ അന്ന് ഈ ഭൂമി മരുഭൂമിയാവും. അറിയുമോ? ഉറുമ്പും ചെതലുമാണ് ഈ ഭൂമിയെ ബാക്ടീരിയകളെ നിലനിർത്തുന്നത്. അതില്ലാതായാൽ ഉറുമ്പില്ല. അതുകൊണ്ട് ആ കർണാടകത്തിൽ വീട്ടിൽ ഉറുമ്പ് കയറിയാൽ അപ്പൊ തന്നെ വിളക്ക് വെച്ച് ആരാധിക്കും. അവര് ഉറുമ്പ് കയറിയാൽ ആരാധിക്കും. ഐശ്വര്യമാണെന്ന് അവരുടെ സങ്കല്പം. തമിഴ്നാട്ടുകാര് വീടെടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഉറുമ്പുകൾക്കും ചെതലുകൾക്കും ഡെയിലി ഭക്ഷണം കൊടുക്കും അവര്. അതുകൊണ്ടാണ് അരിപ്പൊടി കൊണ്ട് രാവിലെ മുറ്റത്ത് കളം വരയ്ക്കുന്നത്. മനസ്സിലായോ? അരിപ്പൊടി കൊണ്ട് കളം വരയ്ക്കുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത ചില വിഡ്ഢികൾ കളം വരയ്ക്കുന്ന അരിപ്പൊടിക്ക് പകരം പെയിന്റോട്ട് വരച്ചു വെക്കും. എന്നാ പിന്നെ ദിവസം വരക്കേണ്ടത്. ഉറുമ്പിന് കൊടുക്കണമെന്നാ. തേന തെക്തേന ഭുഞ്ചീത. ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു വചനമാണ് തേന തെക്തേന ഭുഞ്ചീത. നീ കൊടുത്തിട്ട് തിന്നുക. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നുള്ളിച്ചാടുന്ന കണ്ടിനോ? നമ്മൾ പറഞ്ഞു കൊതി കൂടുന്നതിനാണ്. അല്ല, കൊതി കൂടുന്നതിനല്ല, ഉറുമ്പിനോ ചെതലിനോ കൊടുത്തിട്ടേ തിന്നാവൂ. അതാ നുള്ളിച്ചാടുന്നത്. അപ്പൊ തമിഴ്നാട്ടുകാർ കൊടുക്കും, കർണാടകക്കാർ കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഉറുമ്പ് വന്നാലോ ഉടൻ തന്നെ നമ്മള് ഈച്ചപ്പൊടി എടുത്തിട്ട് ഓടും, അല്ലേ? അടിയെല്ലാം വേറും. അല്ലെങ്കിൽ മാരക വിഷമായ ഒരു ചോക്കുണ്ട്, അല്ലെ? ആ ചോക്ക് കൊണ്ട് വരക്കും, ഇങ്ങോട്ട് കയറണ്ട. ആ ഉറുമ്പിനും അവകാശമുള്ളതാ. ആ ഉറുമ്പും ചെതലും ഈ ഭൂമിയിൽ എന്നില്ലാതാവുന്നോ അന്ന് ഭൂമി മരുഭൂമിയാകും. അതുകൊണ്ടാ പണ്ടെല്ലാം വീടിന് കുറ്റിയടിക്കുമ്പോ ആ കുറ്റിയടിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് ഞാൻ തറ കെട്ടുന്ന അത്രയും സ്ഥലത്ത് താമസിക്കുന്ന പാമ്പുകളെ, പഴുതാരകളെ, തേളുകളെ, അരണകളെ, ഒന്തുകളെ, ഇവർക്കെല്ലാം നഷ്ടപരിഹാരമായിട്ട് അവല്, മലര്, കൽക്കണ്ടം, കരിമ്പ്, ശർക്കര, മുന്തിരി, പഴം എന്നിവ ആ ജീവജാലങ്ങൾക്ക് കൊടുത്തിട്ട് സമ്മതം വാങ്ങും. ഞാനിവിടെ വീടെടുക്കുക, നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് മാറിപ്പോവോ, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സമ്മതം വാങ്ങാനാണ് കുറ്റിയടിക്കുമ്പോ ഈ അവലും മലരെല്ലാം വെച്ചിട്ട് ഭൂമി പൂജ നടത്തുന്നത്. ആ ഭൂമി പൂജ നടത്തിയിട്ട് അവിടെ താമസിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇത് മുഴുവൻ ആ മണ്ണിൽ തൂവിക്കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നാ ദുഷ്ടന്മാരായ നമ്മള് കുറ്റിയടിക്കി ദേവാധാരത്തിന്റെ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഭാര്യ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മുറത്തിലിട്ട് മുറിച്ചിട്ട് നമ്മൾ എന്നെ അടിക്കും, അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം അറിയില്ല. അതാണ് ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഉണങ്ങി, വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാനുള്ള കവചമൊരുക്കുന്നതാണ് പുല്ല്. ആ പുല്ല് കണ്ടുകൂടാ. നമ്മളെ പ്രധാനപ്പെട്ട പണി എന്താ? പുല്ല് ചത്തല. പുല്ലാണ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ പ്രഭാതത്തിൽ വലിച്ചെടുത്തിട്ട് മണ്ണിനെ നനയ്ക്കുന്നത് പുല്ലാണ്. എല്ലാ പുൽക്കൊടിത്തുമ്പിലും രാവിലെ മഞ്ഞുതുള്ളികൾ ഉണ്ടാവില്ലേ? ആ മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നിട്ടാണ് കവികൾക്ക് സൗന്ദര്യ ഭാവനകൾ ഉണ്ടായത്. അങ്ങനെയാണ് അവരെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികളെ നോക്കിയിട്ട് കവിതകൾ എഴുതിയത്, പാട്ടുപാടിയത്. കിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറി ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടിയത്. അതുകൊണ്ട് പുല്ല് വെറും പുല്ലല്ല. ആ പുല്ല് വളരെ ഗൗരവമുള്ളതാണ്. ഈ പുല്ലും മരവും കണ്ടുകൂടാത്ത നമ്മൾ നാട്ടുകാർക്ക് മാനസിക രോഗ. അവരാണ് ഈ മഴയുടെ ആളുകൾ. അകാല മഴ വർഷം ഉണ്ടാക്കുന്ന ആളുകൾ. സ്വർണത്തേക്കാൾ മനുഷ്യനുപകാരം പുല്ലുകൊണ്ടാണ്.